എറണാകുളം പള്ളുരുത്തി പെരുമ്പടപ്പിൽ ജപ്തി മൂലം വഴിയാധാരമായി 4 അംഗ കുടുംബം. വീട് സീൽ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കുടുംബം പുറത്തിരിക്കുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു കുടുംബമാകെ വീടിന് പുറത്താണല്ലോ. കൃഷ്ണരാജ്, ഈ പള്ളുരുത്തി ഭാഗത്താണ് ഈ ഒരു 4 അംഗ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടായത്. ഉച്ച മുതലേ ഈ കുടുംബം വീട് ജപ്തി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, അത് സീൽ ചെയ്ത് പൂട്ടിക്കൊണ്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ നാട്ടുകാർ സംഘടിച്ചെത്തിയാണ് മാനുഷിക പരിഗണന എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ സീൽ ചെയ്ത പൂട്ട് അത് തകർത്തുകൊണ്ട് അകത്തേക്ക് ഈ കുടുംബത്തെ കയറ്റിയത്. കാരണം ഈ കൊച്ചുകുട്ടിയുടെ മരുന്നടക്കം, അതായത് ഏറ്റവും അത്യാവശ്യം വേണ്ട മരുന്നടക്കം അകത്തിരിക്കുകയായിരുന്നു. അതെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാവകാശം കൂടി ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ മാത്രമുള്ള ഒരു കുടുംബമാണ്. ഇവർ പുറത്തു പോയ സമയത്താണ് ഈ സീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. പൂട്ടി സീൽ ചെയ്ത് ബാനർ അടക്കം ഒട്ടിച്ചു വെച്ച് പോയിട്ടുള്ളത്. എന്താണ് ചേച്ചി സംഭവം? ഇത് ബാങ്കുകാർ വന്നിട്ട് ഒരു വർഷമായി മുടങ്ങിയിട്ട്, കൊച്ചിന് സുഖമില്ലാഞ്ഞുകൊണ്ട് മുടങ്ങിപ്പോയി എനിക്ക്. എന്നിട്ട് അതങ്ങ് കടക്കാൻ പറ്റാണ്ടായി. ഇപ്പം അവരോട് പറഞ്ഞ് കൊച്ചിന് തലച്ചോറിൽ ഇങ്ങനെ ഇൻഫെക്ഷനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളുടെ കൊച്ചിന് നിങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തട്ടുത്തരം മാനേജർ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനെ നിങ്ങൾ കൊച്ചിനെ ഒന്ന് കാണാക്കട മടിയിൽ കൊച്ചു കിടക്കണമായിരുന്നു. എന്നിട്ട് പോലും അയാൾ അംഗീകരിച്ചില്ല. അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെങ്കിൽ നിങ്ങൾ പൈസ ഇടണം. ഞാൻ 13,80,000 അടച്ചു കൊടുത്ത്, 2 ലക്ഷം സബ്സിഡി കയറി, 10 ലക്ഷമാണ് ലോൺ എടുത്തത്. ഇപ്പം അവർക്ക് 13 ലക്ഷം അടച്ചു കൊടുത്താൽ നിങ്ങൾ ഇതിൽ താമസിക്കാം. ഉള്ളപ്പോഴാണോ ഈ വീട് പൂട്ടിയത്? ഇല്ല, ഞാനൊരു ചെറിയൊരു പെട്ടിക്കട നടത്തണാണ്. അതിൽ 5-6 ചോറ് വിൽക്കണം. അത് കിട്ടിയിട്ടാണ് ഇതുങ്ങളെ നോക്കാനായിട്ട്. ഇവന് മരുന്ന് മേടിക്കാൻ തരും, കുറേ കാശാവും കൊച്ചിന്. അവൾ കിടന്ന് കഷ്ടപ്പെട്ടൊരു 8-9 രൂപ അവൾക്ക് സാലറി. അത് കിട്ടണ ഇവൻ്റെ മരുന്നിനുള്ള പൈസ കെട്ടിയാനിട്ടിട്ട് 6 വർഷമായി അവളെ. ഞാനാണ് ഈ 2 കുഞ്ഞുങ്ങളെ അവളെ നോക്കണത്. ഞങ്ങൾക്ക് ആരുമില്ല, ഒരാളെ സഹായം പോലില്ല. എൻ്റെ ആൾക്കാർക്കൊന്നും ഒരു നിവർത്തിയില്ല, 10 രൂപ സഹായിക്കാനുമില്ല. പിന്നെ പാർട്ടിക്കാർ കൊച്ചിന് പാടാണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് പിരിവിട്ട് കൊച്ചിന് പൈസ. നിങ്ങളെ വിളിച്ചതൊന്നുമില്ല? ഒന്നും വിളിച്ചില്ല. അടുത്ത വീട്ടിൽ അയാൾ വിളിച്ച് പറഞ്ഞതാണ് നിങ്ങളുടെ വീട്ടിൽ പോലീസുകാരും വക്കീലും ഉണ്ട്, അവിടെ എന്തോ ചെയ്യണുണ്ടെന്ന് പറയും. അങ്ങനെ ഓടിപ്പോയി കൊച്ചുങ്ങളെയും വിളിച്ച് അവിടെ വരുമ്പോൾ അവർ സീൽ ചെയ്ത്. ഞാൻ അവരോട് അവളും കെഞ്ചി കാല് പിടിച്ച് അവരുടെ മാനേജറിൻ്റെ അവൾ എൻ്റെ മോള് കാലെ കെട്ടി വീണ അവരുടെ തുറന്നു തരൂലെന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് മരുന്നെടുക്കണമെന്ന് പറഞ്ഞ് അന്നും ചെയ്തു തരൂലെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പൂട്ടിയിട്ടങ്ങോട്ട് പോയി. കൗൺസിലറുടെ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ വീട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. കാരണം ആ കുട്ടികളുടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന അതേ വേഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ ക്ഷീണം കൊണ്ട് ഈ കുട്ടിക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്. ആ മരുന്നടക്കം അകത്തായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്ന് ആ മരുന്നടക്കം എടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ അവസ്ഥ? എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇവരില്ലാത്ത സമയം ഈ വീടിൻ്റെ ലോക്ക് ചെയ്തിട്ടാണ് സ്വാഭാവികമായിട്ടും പോയത്. ഇതെല്ലാം അവർ വന്നിട്ട് വേറൊരു ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നിട്ട് വേറെ ഇത് ഇപ്പം ഇന്ന് പിടിപ്പിച്ചാണ് അവർ. ഇത് പിടിച്ചിട്ട് മേളിലും താഴെയും 2 പൂട്ടിട്ടിട്ട് ഇവരെ പുറത്താക്കിയാണ്. ഇവരുണ്ടായിരുന്നില്ല. ഇവരെ തൊട്ടടുത്തുള്ള ആൾക്കാർ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ വീട് ഇന്ന പോലെ ബാങ്കുകാർ വന്നിട്ട് പൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്ന് കടയിട്ടിട്ട് അവർ വന്നപ്പോൾ ഞങ്ങളുടെ പൂട്ടിൽ എൻ്റെ കുട്ടിയുടെ മരുന്ന് ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലുണ്ട്, പഠനോപകരണങ്ങളുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഇതെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാലെ കെട്ടി വീണിട്ട് പോലും അവർ സമ്മതിച്ചില്ല. നിങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ഈ താഴിട്ട് പൂട്ടിയിട്ട് അവരെ പുറത്താക്കുന്നവർ. ഞങ്ങൾ അറിഞ്ഞ് വന്നപ്പോൾ ഇവരെല്ലാം പുറത്തിരുന്ന് കരയുന്ന ഒരവസ്ഥ. ഇതിലൊരു മനുഷ്യാവശ്യ പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഒരു തലക്ക് ഇൻഫെക്ഷനുള്ള കുട്ടിയാണ്. ഇതിൻ്റെ കൂടെ താമസിക്കുന്ന വേറൊരാളായിട്ട് ശ്വാസം മുട്ടുള്ള ആസ്മയുടെ മരുന്നൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് മരുന്ന് പോലും എടുക്കാൻ കഴിയും. ഇതുപോലെ ചെയ്യുന്നൊരു ബാങ്ക്, ഒരു ആധാർ എന്ന് പറയുന്നൊരു പേരുള്ള ബാങ്കാണ് ഇതിനെല്ലാം ക്രൂര പ്രവർത്തനം ചെയ്യണം. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് 4 വീടുകളാണ് ഇത്തരത്തിൽ ജപ്തി ചെയ്തത്. ഒരെണ്ണം ഞാൻ ഇതിന് മുമ്പ് 1 ആഴ്ച മുമ്പ് ഇടപെട്ടായിരുന്നു വില്ലേജ് ഓഫീസിന്റെ അവിടെ. അതും എന്താണ് എന്തെങ്കിലും ഞങ്ങൾ ഇപ്പൊ ഇവര് എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് 10 ലക്ഷം, അതിൽ 13,80,000 പിന്നെ ഒരു 2 ലക്ഷം രൂപ സബ്സിഡി കിട്ടാന്ന് പറഞ്ഞ് 15,80,000 രൂപ ഇവർ അടച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഇത് മുടക്കം വന്നിട്ട് ഞങ്ങൾ അടച്ച് തീർത്തോളാം, ഞങ്ങൾ വീട് വിറ്റിട്ടാണെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെവിക്കൊള്ളാനായിട്ട്
സമയം ഇപ്പം ഞങ്ങളെല്ലാം നാട്ടുകാരെല്ലാവരും കൂടി അടുത്ത ദിവസം ബാങ്കിൽ നിന്ന് പോകുന്നുണ്ട്. ഇവർക്ക് സാവകാശം കൊടുക്കണം. ഇവരിവിടെ നിലനിർത്തിക്കൊണ്ട് ബാങ്കിൻ്റെ ലോൺ ഇത്രയും വർഷം തിരിച്ചടച്ചാലേ ഇവർ പ്രിൻസിപ്പൽ എമൗണ്ടും അടച്ച് അതിൻ്റെ കൂടുതൽ പലിശയും അടച്ച് ഇത് അവർക്ക് അടക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ലക്ഷ്യം. ഇനി ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ബാങ്കുകാർക്ക് നേരെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളിവിടെ പറയുകയാണ്. അതെ കൃഷ്ണരാജ്, അതായത് ഈ നാലംഗ കുടുംബം എന്ന് പറയുന്നത് അതിനിർധനരായിട്ടുള്ള ആളുകളുള്ളതാണ്. 2 സ്ത്രീകൾ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ. അവര് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇതുവരെ തുകകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. പക്ഷെ കൊറോണ സമയത്തും കുഞ്ഞിന് അസുഖം വന്ന സമയത്തും അടയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ അടയ്ക്കാനായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സാവകാശം വേണമെന്നുള്ള ഒരു നിലപാട് ഇവർ ഇപ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇന്ന് ഇവരില്ലാത്ത തക്കം നോക്കി ഈ ACJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സീൽ ചെയ്ത് ബാനറും കെട്ടി പോയിട്ടുള്ളത്. എന്തായാലും നിലവിൽ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സംഘം, നാട്ടുകാരടങ്ങുന്ന സംഘം ഈ കുട്ടിയുടെ മരുന്നടക്കം അകത്തുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വീട് തുറന്നു കൊടുത്തിട്ടുണ്ട്. നാളെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ അധികൃതരുമായിട്ട് ചർച്ച നടത്തും. ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നാണ്. ശരി, എറണാകുളം പള്ളുരുത്തി പെരുമ്പടപ്പിലാണ് ഈ വേദനിപ്പിക്കുന്ന കാഴ്ച. ജപ്തി ചെയ്തത് കാരണം വഴിയാധാരമാവുകയാണ് 4 അംഗ കുടുംബം. 2 കുട്ടികൾ ബുധനാഴ്ച യൂണിഫോം ഇട്ട് വീട്ടിന് പുറത്ത് അതേ ബാഗും പിടിച്ചിരിക്കുകയാണ്. എന്തൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.